ഹായ്. അപ്പോൾ ഇന്ന് 2026 ഒരു വിഷൻ ബോർഡാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഫസ്റ്റായിട്ട് വിഷൻ ബോർഡ് എന്താണെന്നൊരു ഇൻട്രോ തരാം. അപ്പോൾ വിഷൻ ബോർഡ് എന്നത് നമ്മുടെ ഡ്രീം, ഗോൾ അല്ലെങ്കിൽ ഫ്യൂച്ചർ ഡ്രീം ഇവയൊക്കെ ചിത്രങ്ങളായോ അല്ലെങ്കിൽ കോഡ്സോ സിമ്പിൾസോ ഇവയൊക്കെ ഉപയോഗിച്ചിട്ട് ഒരു ബോർഡിലോ ഡയറിയിലോ ഫോണിലോ വിഷ്വലായി തയ്യാറാക്കുന്ന ഒന്നാണ് നമ്മൾ വിഷൻ ബോർഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ വിഷൻ ബോർഡ് നമ്മളെന്നും കാണുന്നൊരു സ്ഥലത്ത് വെക്കാനാണ് പ്രിഫർ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഓരോ ദിവസവും നമ്മളത് കാണുകയും അതുപോലെ തന്നെ അത് മനസ്സിൽ പതിപ്പിക്കുകയും ചെയ്യുമ്പോൾ നമുക്കത് അച്ചീവ് ചെയ്യാനുള്ള ടെൻഡൻസി കുറച്ചും കൂടെ കൂടുമെന്നാണ് പറയാം. ഇനി ഈ വിഷൻ ബോർഡിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്റ്റോറി എന്താണെന്നും കൂടെ ഞാൻ പറഞ്ഞുതരാം. 1990കളിലൊക്കെ സൈക്കോളജിയിലൂടെ വന്നിട്ടുള്ള ഒരു ടേമാണ് വിഷ്വലൈസേഷൻ. അപ്പോൾ ഇതിലൂടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഓരോ ആളുകളുടെയും ലക്ഷ്യങ്ങൾ മനസ്സിൽ വ്യക്തമായി കാണുകയും അത് ഓരോ ദിവസവും ഇങ്ങനെ ഓർക്കുകയും ചെയ്താൽ അത് കൈവരിക്കാൻ ചാൻസ് കൂടുതലാണെന്നാണ് അവർ തെളിയിച്ചിട്ടുള്ളത്. ഫോർ എക്സാമ്പിൾ, എനിക്കിപ്പം വലുതായ ഡോക്ടർ ആവണമെന്നാണ് ആഗ്രഹം എന്നുണ്ടെങ്കിൽ അത് ഞാൻ എല്ലാ ദിവസവും ഇങ്ങനെ ഓർത്ത് എനിക്കതാവണം എന്ന് വിചാരിച്ചാൽ അതിനുള്ള പരിശ്രമങ്ങൾ നമ്മൾ നടത്തുമെന്നാണ് അവർ ഉദ്ദേശിച്ചിട്ടുള്ളത്. പിന്നെ 1950-60 കാലത്ത് സെൽഫ് ഡെവലപ്മെൻറ്റ് ഗ്രൂപ്പിൽപ്പെടുന്ന കുറച്ച് ആളുകൾ അവരഭിപ്രായപ്പെട്ടത് നമ്മുടെ ഗോൾസും അതുപോലെ തന്നെ ഡ്രീംസും അത് ചിത്രങ്ങളായോ അല്ലെങ്കിൽ അത് കോഡ്സായിട്ടോ ഒരു ബോർഡിൽ തയ്യാറാക്കുകയാണെങ്കിൽ അത് കുറച്ചും കൂടെ എഫക്റ്റീവ് ആവുമെന്നും പിന്നെ നമ്മുടെ ഓരോ ഡ്രീംസൊക്കെ നമ്മളെന്നും കാണുമ്പോൾ നമുക്ക് അതിലേക്ക് എത്താൻ കുറച്ചും കൂടെ മോട്ടിവേഷൻ കിട്ടുമെന്നൊക്കെയാണ് അവർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ വിഷൻ ബോർഡിൻ്റെ ബാക്ക് സ്റ്റോറി ഇങ്ങനെയാണ്. പിന്നെ വിഷൻ ബോർഡിൻ്റെ ഫീച്ചേഴ്സ് എന്തെന്ന് ചോദിച്ചാൽ, നമുക്ക് ഓരോ ഗോളിനും അതിനായിട്ടുള്ള ക്ലാരിറ്റി കിട്ടും. ഫോർ എക്സാമ്പിൾ, എനിക്ക് ഒരു ജോബായിട്ട് ഒരു കാറ് മേടിക്കണം അല്ലെങ്കിൽ ഒരു ബൈക്ക് മേടിക്കണം, അങ്ങനെയൊക്കെ നമുക്ക് എന്തൊക്കെ അച്ചീവ് ചെയ്യണമെന്നോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇല്ലേ. അപ്പോൾ അതൊക്കെ ഇതേപോലെ ബോർഡിലാക്കുമ്പോൾ നമുക്കിനി എവിടെ വരെ എത്തി, ഇനി അവിടെ എത്താൻ വേണ്ടി എന്തൊക്കെ ചെയ്യണം എന്നൊക്കെ ഉള്ളത് ഐഡിയ കിട്ടും. സെക്കൻഡ് വൺ ആണെങ്കിൽ വിഷ്വൽ മോട്ടിവേഷൻ. ഇപ്പോൾ ഡെയിലി നമ്മൾ നമ്മുടെ ഗോൾസ് കാണുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനോട്ട് എത്താനുള്ള മോട്ടിവേഷൻ കുറച്ചും കൂടെ കൂടും. അതാണ് സെക്കൻഡ് പോയിൻ്റ് ആയിട്ടുള്ളത്. പിന്നെ ഈ വിഷൻ ബോർഡിൽ എന്ന് പറഞ്ഞാൽ നമ്മളെ നല്ല കാര്യങ്ങളും അതുപോലെ നമുക്ക് എന്തൊക്കെ ആഗ്രഹങ്ങൾ, നമ്മുടെ ഗോൾസ് എന്താ, അങ്ങനെ നല്ല കാര്യം പോസിറ്റീവായിട്ടുള്ളതേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അങ്ങനത്തെ കാണുമ്പോൾ അപ്പോൾ നമുക്ക് പോസിറ്റീവ് മൈൻഡ് സെറ്റും കൂടി ആയിരിക്കും ഉണ്ടാവുക എന്നാണ് പറഞ്ഞത്. ഇപ്പോൾ നമ്മൾ സാഡായിട്ട് നമുക്കൊന്നും കഴിയില്ല എന്നൊക്കെ തോന്നി അങ്ങനെ ഇരിക്കുകയാണെങ്കിൽ ഇങ്ങനൊരു സംഭവം കാണുകയാണെന്നുണ്ടെങ്കിൽ എനിക്കിനി ഇതൊക്കെ അച്ചീവ് ചെയ്യാനുണ്ടല്ലോ, അല്ലെങ്കിൽ ഇനി എനിക്കിതൊക്കെ മേടിക്കാനുണ്ടല്ലോ, അല്ലെങ്കിൽ ഇതൊക്കെയാണല്ലോ എനിക്ക് ഇഷ്ടം എന്നൊക്കെ ഉള്ളത് നമുക്ക് വരും. ലാസ്റ്റായിട്ട് മാനിഫെസ്റ്റേഷൻ സപ്പോർട്ടാണ്. അപ്പോൾ ഇതിൽ പറയുന്നത് നമ്മുടെ ആവർത്തിച്ചിട്ടുള്ള കാഴ്ചയും അതുപോലെ തന്നെ നമ്മുടെ ചിന്തയൊക്കെ നമുക്കത് കൈവരിക്കാൻ വേണ്ടിയിട്ടുള്ള ടെൻഡൻസി കൂട്ടുമെന്നാണ്. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ എല്ലാവരും വിഷൻ ബോർഡ് റെഡിയാക്കണം തന്നെയാണ്. ഇപ്പോൾ ഫസ്റ്റായിട്ട് വിഷൻ ബോർഡ് റെഡിയാക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഒരു ബുക്ക് എടുത്തിട്ട് നമുക്ക് എന്തൊക്കെയാണ് നമ്മുടെ ആഗ്രഹങ്ങളെന്ന് ഫസ്റ്റ് എഴുതി വെക്കണം. എന്നിട്ട് പിൻട്രസ്റ്റിൽ പോയിട്ട് ഇതിൻ്റെയൊക്കെ ഫോട്ടോസ് നമുക്ക് വേഗം കിട്ടും. അത് സേവ് ചെയ്തെടുത്തിട്ട് എല്ലാം കൂടെ ഒരുമിച്ച് നമുക്കത് പ്രിൻ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ A3 ഷീറ്റിലാണ് പ്രിൻ്റ് എടുത്തിട്ടുള്ളത്. 40 റുപ്പീസാണ് ആയത്. ഇനി ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യാം. ഇതാണ് എൻ്റെ 2025 വിഷൻ ബോർഡ്. അപ്പോൾ എന്തൊക്കെയാണ് ഞാൻ അത് അച്ചീവ് ചെയ്തതെന്ന് കാണിച്ചു തരാം. ഈ ഒരു ഡ്രസ്സിങ് സ്റ്റാൻഡ് എനിക്ക് മേടിക്കണമെന്നുണ്ടായിരുന്നു. അപ്പോൾ കഴിഞ്ഞ മന്ത് ഇത് ഞാൻ മേടിച്ചിട്ടുണ്ട്. 2025 വലിയ ഡ്രീം എന്ന് പറഞ്ഞത് ഒരു വണ്ടിയായിരുന്നു. ഒരു മാർച്ചൊക്കെ ആയപ്പോൾ അതും എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നുള്ളത് പറഞ്ഞാൽ വീഡിയോ ഒക്കെ നല്ലപോലെ എടുക്കാൻ വേണ്ടിയിട്ട് ഒരു ട്രൈപോഡായിരുന്നു. അതൊരു ഓഗസ്റ്റൊക്കെ ആയപ്പോൾ തന്നെ മേടിച്ചിട്ടുണ്ട്. പിന്നെ ഉള്ളത് ഒരു ടാബായിരുന്നു. അതും ഞാൻ എൻ്റെ ബർത്ത്ഡേക്ക് സ്വന്തമായിട്ട് തന്നെ മേടിച്ചു. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ എക്സ്പീരിയൻസ്. അപ്പം വിഷൻ ബോർഡ് ആരും ചെയ്തു തുടങ്ങാത്തതുണ്ടെങ്കിൽ വേഗം പോയി ചെയ്ത് നോക്കൂ. ബിക്കോസ് ദാറ്റ് ആക്ച്വലി വർക്ക് ഇറ്റ്